വിദേശത്തേക്കാൾ ചൂടാണ് തെരഞ്ഞെടുപ്പ് ചൂടിപ്പോൾ കേരളത്തിൽ. ഈ ചൂടിനൊപ്പം കുറച്ച് തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടുകൾ കൂടിയായാലോ. കേരളത്തിൽ 20ഓളം വരുന്ന സീറ്റിംഗ് MLA മാർ കൂടാതെ പുതുതായി കോൺഗ്രസിന്റെ 35ലധികം സ്ഥാനാർത്ഥികൾ ജയിക്കുമെന്ന് പുതിയ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അത് CPM നേതൃത്വത്തിന് തന്നെ ലഭിച്ചിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. കേരളത്തിൽ നിയമസഭാ പോരാട്ടം അതിന്റെ പാരമ്യത്തിൽ എത്തിയിരിക്കുകയാണ്. LDF-ന് തുടർ ഭരണമെങ്കിൽ CPM കരുത്തുകാട്ടി തകർക്കാൻ പറ്റാത്ത വിശ്വാസമായി മാറുമെന്നുള്ളത് മാത്രമല്ല, കോൺഗ്രസ് കേരളത്തിൽ ദുർബലമാകും. UDF എന്ന സംവിധാനം കേരളത്തിൽ ഛിന്ന ഭിന്നമായി മാറും. BJP ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഡീൽ നടക്കുന്നുണ്ട് എന്ന സത്യം UDF നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിലൊന്നും വലിയ കാര്യമില്ല. തങ്ങൾ, അതായത് UDF തന്നെ ജയിക്കുമെന്ന് പറഞ്ഞ് മുന്നേറുമ്പോൾ ഏതൊക്കെ സ്ഥാനാർത്ഥികൾ ജയിക്കുമെന്നുള്ളത് പലയിടത്തും ചിത്രം തെളിഞ്ഞു വന്നിട്ടില്ല. ഇപ്പോൾ വെറും 42 സീറ്റുകൾ മാത്രമാണ് UDF-ന്റെ കയ്യിലുള്ളത്. സംസ്ഥാനം ഭരിക്കണമെങ്കിൽ കുറഞ്ഞത് 72 സീറ്റെങ്കിലും UDF-ന് വേണം. സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ കഴിയുന്നതോടൊപ്പം വേറെ എവിടെയാണ് ബാക്കി 30ഓളം സീറ്റുകൾ കിട്ടുന്നതെന്നാണ് ആശങ്ക ഉയരുന്നത്. നിലവിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് MLA-മാർ കൂടാതെ പുതുതായി 35 സ്ഥാനാർത്ഥികൾ ജയിക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ വലിയ വലിയ ആരോപണങ്ങൾ വരുമ്പോഴും നരേന്ദ്രമോദിയുടെ കടാക്ഷം കൊണ്ട് ഇങ്ങനെ രക്ഷപ്പെട്ടു പോകുമ്പോഴും ഒരു സത്യത്തിൽ CPM-ന് സന്തോഷമുണ്ട്. മുഖ്യമന്ത്രിക്കെതിരായ അതിഭീകര ഭരണവിരുദ്ധ വികാരം ഇവിടെയുണ്ടെങ്കിലും സ്ഥലം MLA-മാർക്ക് അത്ര വെറുപ്പില്ല എന്നത് വാസ്തവമാണ്. അതുകൊണ്ടാണ് വളരെ ആലോചിച്ച് ഒരു സ്ഥാനാർത്ഥി പട്ടിക CPM പ്രഖ്യാപിച്ചതും ആ CPM പട്ടിക വന്നതിന് ശേഷം കോൺഗ്രസ് സാവധാനമെടുത്ത് അവരുടെ പട്ടിക പ്രഖ്യാപിച്ചതും. അങ്ങനെയുള്ള MLA-മാരെ തോൽപ്പിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥികളെ കണ്ടെത്തി എന്ന് പറയുന്ന കോൺഗ്രസിന് അത്യാവശ്യം കാലതാമസം വന്നെങ്കിലും തെറ്റ് പറ്റിയിട്ടില്ല എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൽ പുതുതായി ജയിക്കും എന്ന് കോൺഗ്രസ് ഉറപ്പിച്ചു പറയുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഇവരൊക്കെയാണ്. 1. അങ്ങ് വടക്കുനിന്ന് തുടങ്ങാം. കാസർഗോഡ് നിന്ന് തൃക്കരിപ്പൂരിൽ നിന്നുള്ള സന്ദീപ് വാര്യർ അടുത്ത കാലത്ത് BJP-യിൽ നിന്ന് വന്നതാണെങ്കിലും കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് മുന്നേറാൻ കഴിഞ്ഞു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. 2. കണ്ണൂർ ജില്ലയിൽ നിന്ന്. കണ്ണൂർ നഗരത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി TO മോഹനൻ ഉറപ്പായും വിജയിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. നിലവിൽ കടന്നപ്പള്ളി രാമചന്ദ്രനാണ് കണ്ണൂരിലെ MLA എങ്കിലും ഒരു അട്ടിമറി വിജയം മാത്രമല്ല, അത് കോൺഗ്രസിന്റെ പാരമ്പര്യമായ മണ്ഡലമാണെന്നുള്ളതിനാൽ ഒരു വിജയം നേടാൻ TO മോഹനന് കഴിയുമെന്നതാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. കണ്ണൂരും കാസർഗോഡും സിറ്റിംഗ് സീറ്റിന് പുറമെ ഈ 2 സീറ്റുകൾ മാത്രമേ ലഭിക്കാൻ സാധ്യതയുള്ളൂ എന്നതാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അത് കഴിഞ്ഞ് മൂന്നാമത് വയനാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ മാനന്തവാടിയിൽ ഉഷ വിജയൻ വിജയിക്കുമെന്ന റിപ്പോർട്ടിൽ പറയുന്നു. 4. കോഴിക്കോട് ജില്ലയാണ് ഈ തവണ CPM-നെ തകർത്തെറിയാൻ പോകുന്ന ജില്ല. ആകെയുള്ള 13 സീറ്റ് അവിടെയുണ്ട്. ഘടകകക്ഷിയായ മുസ്ലിം ലീഗും KK രമ MLA-ക്കും കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളിൽ നിലവിൽ ഒരു സീറ്റ് പോലും കോൺഗ്രസിന് കോഴിക്കോട് ജില്ലയിലില്ല. എന്നാൽ ഇത്തവണ നാദാപുരത്ത് KM അഭിജിത്തും കൊയിലാണ്ടിയിൽ അഡ്വക്കേറ്റ് പ്രവീൺ കുമാറും ബാലുശ്ശേരിയിൽ വിദ്യാർത്ഥി നേതാവായ VT സൂരജും കോഴിക്കോട് നോർത്തിൽ അഡ്വക്കേറ്റ് K ജയന്തും ജയിക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അങ്ങനെ കോഴിക്കോട് വലിയ വിജയമാണ് UDF-ഉം കോൺഗ്രസും കാത്തു നിൽക്കുന്നത്. ഇനി 5. മലപ്പുറം ജില്ലയിലേക്ക് വരികയാണെങ്കിൽ കോൺഗ്രസിനാകെ 4 സീറ്റുകൾ മാത്രമേ അവിടെ ലഭിക്കാറുള്ളൂ. അതിൽ 2 മാത്രമേ ജയിച്ചു വരാറുള്ളൂ. ബാക്കിയുള്ള 2-ൽ ഇത്തവണ VS ജോയി തവനൂരിലും KP നൌഷാദ് അലി പൊന്നാനിയിലും ജയിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തതായി പാലക്കാട് ജില്ല. ഇവിടേക്ക് വരുമ്പോൾ പട്ടാമ്പി PP ഷാജി, തൃത്താലയിൽ VT ബൽറാം, ചിറ്റൂരിൽ സുമേഷ് അച്യുതൻ എന്നിവർ MLA ആയി വരുമെന്നാണ് ഉറപ്പിക്കുന്നത്. പാലക്കാട് നഗരം സിറ്റിംഗ് സീറ്റ് ആണെങ്കിലും MLA ആകുന്ന ആൾ മാറും. അത് പിഷാരടി ആയിരിക്കും എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. 7-മതായി വരുന്നത് തൃശൂർ ജില്ലയാണ്. തൃശൂർ ജില്ലയിലേക്ക് വരികയാണെങ്കിൽ ആകെയുള്ള 13 സീറ്റുകളിൽ 2 തവണയായി വെറും ഒരു സീറ്റ് മാത്രം കോൺഗ്രസിന് കിട്ടിക്കൊണ്ടിരുന്നത്. അത് ഈ തവണ 4 സീറ്റുകൾ വരെയാകും. ഒരു പക്ഷേ മണലൂരിൽ TN പ്രതാപൻ ജയിച്ചാൽ 5 സീറ്റുകൾ വരെയാകുമെന്ന് പറയപ്പെടുന്നു. കൃത്യമായി പറഞ്ഞാൽ വടക്കാഞ്ചേരിയിൽ വൈശാഖും, തൃശൂർ നഗരത്തിൽ രാജൻ പല്ലനും, കൊടുങ്ങല്ലൂരിൽ OJ ജനീഷും പുതുതായി ജയിക്കുമെന്നാണ് അറിയുന്നത്. ഈ എറണാകുളത്ത് കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട കൊച്ചി മുഹമ്മദ് ഷിയാസും കുന്നത്തുനാട് P സജീന്ദ്രനും നേടുമെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ തൃപ്പൂണിത്തുറ കൈവിടാതെ നോക്കാനും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇടുക്കി വലിയൊരു മാറ്റത്തിന് സാധ്യതയുള്ള ജില്ലയാണെങ്കിലും കഴിഞ്ഞ തവണ കോൺഗ്രസിന് ഒറ്റ സീറ്റ് പോലും കിട്ടാത്ത ഇടത്തുനിന്നും ഇത്തവണ പീരുമേട്ടിൽ സിറിയക് തോമസും ഉടുമ്പൻചോലയിൽ സേനാപതി വേണുവും വിജയിച്ച് MLA-മാരാകും എന്നാണ് റിപ്പോർട്ട്.
10ാം സ്ഥാനത്ത് നമ്മുടെ കോട്ടയമാണ്. കോട്ടയം ജില്ലയിൽ ഇന്ന് പുതുതായി ജയിക്കാൻ സാധ്യതയുള്ളത് കാഞ്ഞിരപ്പള്ളിയിലെ റോണി കെ ബേബി മാത്രമാണെന്നതും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കാരണം നിലവിൽ MLA പ്രൊഫസർ ജയരാജനെയും അദ്ദേഹത്തിന്റെ പിതാവായ നാരായണക്കുറുപ്പിനെയും കാലാകാലങ്ങളായി MLA ആയി കണ്ട് മടുത്തു നിൽക്കുന്ന കാഞ്ഞിരപ്പള്ളിക്ക് ഇത്തവണ ഒരു മാറ്റം അവർ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇനി ആലപ്പുഴ ജില്ലയിലേക്കാണ്. ആലപ്പുഴ ജില്ലയിലേക്ക് വരുമ്പോൾ നല്ലൊരു മാറ്റം പ്രകടമാകുന്നത് UDF-നകത്ത് ആണ്. മറ്റാരുമല്ല, അതിൽ അരൂരിൽ ഷാനിമോൾ ഉസ്മാനും ആലപ്പുഴയിൽ TD തോമസും കായംകുളത്ത് M ലിജുവും ചെങ്ങന്നൂരിൽ AB കുര്യാക്കോസും പുതുതായി MLA-മാരായി സഭയിൽ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകളിൽ റിഫ്ലക്ട് ചെയ്യുന്നത്. അടുത്തത് പത്തനംതിട്ടയിൽ ആറന്മുളയിൽ വീണ ജോർജിനെ തോൽപ്പിച്ച് അബിൻ വർക്കി സഭയിൽ എത്തുന്നതായിരിക്കും കേരളത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയം എന്ന് പറയാൻ സാധിക്കുമെന്ന്. കാരണം അറിയാമല്ലോ, നിലവിൽ വീണ ജോർജിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ. റാന്നിയിൽ പഴകുളം മധുവും അടൂരിൽ അഡ്വക്കേറ്റ് ശാന്തകുമാറും ജയിച്ച് പുതിയ MLA-മാരായി സഭയിൽ ഉണ്ടാകുമെന്ന് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. അടുത്തതായി കൊല്ലം ജില്ലയാണ്. കൊല്ലം ജില്ലയിൽ LDF-ന് കോഴിക്കോടിനെ പോലെ തന്നെ കോൺഗ്രസിന് കനത്ത തിരിച്ചടിയായി നിൽക്കുന്ന ജില്ലയാണ്. അവിടെ കുണ്ടറയ്ക്കും കരുനാഗപ്പള്ളിക്കും നിലവിൽ കോൺഗ്രസ് MLA-മാരുണ്ട്. പത്തനാപുരത്ത് ജ്യോതികുമാർ ചാമക്കാലയും ഐഷ പോറ്റിയും കൊല്ലം നഗരത്തിൽ ബിന്ദു കൃഷ്ണയും ഏകദേശം MLA സ്ഥാനം ഉറപ്പിക്കുകയാണ്. ഒപ്പം തന്നെ ഇടതുകോട്ട എന്ന നിലയിൽ കുറഞ്ഞത് 2 സീറ്റുകൾ അവിടെ RSPയും വിജയിക്കുമെന്ന് പറയുന്നു. അവസാനമായി തലസ്ഥാന നഗരത്തിലെത്തിയിരിക്കുകയാണ്. തലസ്ഥാന നഗരത്തിലേക്ക് പോയാൽ അവിടെ ഇപ്പോഴും മുൻതൂക്കം ഇടതിന് തന്നെയാണ്. എങ്കിലും വട്ടിയൂർക്കാവിൽ K മുരളീധരനും പാറശാലയിൽ നെയ്യാറ്റിൻകര സനലും വർക്കല കഹാറും പുതുതായി ജയിക്കുമെന്ന് ഉറപ്പിക്കുകയാണ്. മറ്റു ചില മണ്ഡലങ്ങളിൽ ചില അതിശയങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ സീറ്റിന് പുറമെ കോൺഗ്രസിന് പുതുതായി 35-ലേറെ MLA-മാർ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിമാർ ജയിച്ച് MLA-മാർ ആകുമെന്നാണ് ഇപ്പോൾ നമ്മൾ റിപ്പോർട്ടിൽ കണ്ടിരിക്കുന്നത്.